ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ യജ്ഞത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം നേത്രവിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് ജോസഫ്, കോർണിയ വിഭാഗം മേധാവി ഡോക്ടർ ഡേവിഡ് കുർക്കാടൻ, ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയുടെ മെഡിക്കൽ ഡയറക്ടറും കോർണിയൽ സർജനുമായ ഡോക്ടർ ഹിൽഡ നിക്സൺ. വെൽക്കം ഡോക്ടർ ഡേവിഡ്. എന്താണ് നേത്ര ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ നേത്ര ബാങ്കുകൾ വഴി ചെയ്യുന്നത്? നമ്മുടെ ഒരു വ്യക്തി മരണശേഷം അവരുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതു മുതൽ മറ്റൊരു വ്യക്തിയിലേക്ക് ഈ കണ്ണുകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സ്റ്റേജ് വരെയുള്ള ഒരു സപ്പോർട്ട് നൽകുക എന്നതാണ് നേത്ര ബാങ്കിൻ്റെ പ്രധാനമായ ഒരു കടമ. നമ്മൾ കണ്ണുകൾ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ സ്വീകരിക്കുകയും അത് അഴുകിപ്പോകാതെയും അണുബാധയില്ലാതെ സൂക്ഷിക്കുകയും അതിനുശേഷം നമ്മൾ ഇത് ഏതെല്ലാം ശസ്ത്രക്രിയകൾക്ക് ഇത് ഉപയോഗിക്കാം എന്ന രീതിയിൽ ഇത് തരംതിരിക്കുകയും ഡോക്ടർമാരുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ആണ് പ്രധാനമായും നേത്ര ബാങ്കിൽ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേത്രദാനത്തെ പറ്റിയുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസുകളും അതുപോലെ തന്നെ നേത്രദാന സമ്മതപത്രത്തിൻ്റെ വിതരണവും സ്വീകരണവും നേത്ര ബാങ്കിൻ്റെ പ്രധാനമായ ഒരു കടമയാണ്. ഡോക്ടർ ഹിൽഡ, എല്ലാവർക്കും കണ്ണുകൾ ദാനം ചെയ്യാനായിട്ട് സാധിക്കും? കണ്ണ് ദാനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മരണശേഷം മാത്രമേ കണ്ണുകൾ ദാനമായി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 2 വയസ്സ് തൊട്ട് ആർക്ക് വേണമെങ്കിലും കണ്ണ് ദാനം ചെയ്യാം. അതിൽ യാതൊരു വിധ വ്യത്യാസവും ഇല്ല. ചില കാര്യങ്ങൾ മാത്രമേ അതിൽ വിരോധമോ തടസ്സമായിട്ടുള്ളൂ. ചില വൈറസ് ഇൻഫെക്ഷൻ, അതായത് HIV, എയ്ഡ്സ്, റേബീസ്, പിന്നെ ശരീരത്തെ ഇൻഫെക്ഷൻ, സെപ്സിസ്, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, ചില ക്യാൻസർ, എല്ലാമല്ല ചില ക്യാൻസർ, അത് ബ്ലഡ് ക്യാൻസറും കണ്ണിൻ്റെ ചുറ്റുമുള്ള ക്യാൻസർ, ഇതാണ് കോമൺ ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് COVID-19. കോവിഡ് പോസിറ്റീവായിട്ട് സ്ഥിരീകരിച്ച് മരിച്ച ഒരു വ്യക്തിയുടെ കണ്ണുകൾ ദാനമായി സ്വീകരിക്കുന്നതല്ല. പിന്നെ മിക്ക ആൾക്കാരുടെ സംശയമാണ് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ, കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ട് കണ്ണുകൾ ദാനമായി സ്വീകരിക്കുമോ എന്ന്. കാറ്ററാക്ട് സർജറി കഴിഞ്ഞ ആൾക്കാർക്കായാലും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ഗ്ലാസസ്, സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കായാലും കണ്ണുദാനം ചെയ്യാം. ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, അങ്ങനത്തെ യാതൊരു വ്യത്യാസവും ഇല്ല. ഇങ്ങനത്തെ അസുഖങ്ങളിൽ എല്ലാവർക്കും കണ്ണുദാനം ചെയ്യാം. ഡോക്ടർ എലിസബത്ത്, ഇന്ത്യയിൽ ഇത്രയധികം രോഗികൾ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്കായി കാത്തിരിക്കുന്നുണ്ടോ? അത് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രമാണിച്ച് ഇപ്പം തന്നെ ഇന്ത്യയിലുള്ള പല ഐ ബാങ്കുകളിലും കൂടെ രജിസ്റ്റർ ചെയ്ത് ഐ ഡൊണേഷന് വെയിറ്റ് ചെയ്യുന്നവർ തന്നെ 1,50,000, 1,50,000-ഓളം പേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കൊല്ലവും ഒരു 25,000-ഓളം പുതിയ രോഗികളും ഇതിനകത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ മുഴുവനും കൂടെ കൂട്ടിയാൽ പോലും ഏകദേശം 20,000-25,000 ഐ ട്രാൻസ്പ്ലാന്റ് സർജറിയും നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ദർസ് എ ഹ്യൂജ് ഡെഫിസിറ്റ്. അതായത് ഡിമാൻഡ് കൂടുതലും നമുക്ക് അവൈലബിലിറ്റി കുറവുമാണ്. വളരെയേറെ ആൾക്കാർ നേത്രദാനത്തിന് മുന്നോട്ട് വന്നാലേ ഉള്ളൂ അന്ധത അനുഭവിക്കുന്ന ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഡോക്ടർ ഹിൽഡ, നേരത്തെ ഡോക്ടർ ഡേവിഡ് പറഞ്ഞല്ലോ ഐ ബാങ്കിനെ കുറിച്ചും അതുപോലെ തന്നെ കോർണിയാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ചും. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും കണ്ണെടുക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ടീം നമുക്കുണ്ടോ? സാധാരണ രീതിയിൽ ഓഫ്താൽമോളജിസ്റ്റ് അവരുടെ ട്രെയിനിങ് പീരീഡിൽ തന്നെ ഈ ഐ ഡൊണേഷൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും അവർ പഠിക്കുന്നതാണ്. അപ്പോൾ ഓഫ്താൽമോളജിസ്റ്റ് ആയ എല്ലാവർക്കും ഐ ഡൊണേഷൻ ആയ പ്രൊസീജിയേഴ്സ് മുമ്പോട്ട് ചെയ്യാം. പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് പ്രകാരം, അതേപോലെ ഇവിടെ ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ EBI-യുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് അവരുടെ സ്പെഷ്യൽ ട്രെയിനിങ് വെച്ചിട്ട് ഈ പ്രൊസീജിയർ എല്ലാം അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഐ ഡൊണേഷൻ അവർക്കും ചെയ്യാം. അതേപോലെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയ്ക്ക് സ്പെഷ്യൽ ടീമുണ്ട്. അവരുടെ റെഗുലറായിട്ട് ട്രെയിനിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ട് ആ പ്രൊസീജിയേഴ്സ് ആ ടീമാണ് ഇപ്പോൾ പോയി ചെയ്യുന്നത്. ഡോക്ടർ ഡേവിഡ്, സാധാരണ ഒരു നേത്ര ബാങ്കിലേക്ക് എന്തെല്ലാം രീതിയിലാണ് നേത്രദാനങ്ങൾ നടക്കുന്നത്? 3 തരത്തിലാണ് ഐ ഡൊണേഷൻ സാധാരണമായി നടക്കുന്നത്. 1, മരണം നടന്ന വീട്ടിലെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ ആരെങ്കിലും ഐ ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ ഐ ബാങ്കിൽ നിന്ന് ടീം പുറപ്പെട്ട് സ്ഥലത്തെത്തി അവിടെ നേത്രദാനം നടക്കുന്നു. 2ാമതായി വോളണ്ടിയേഴ്സ് മുഖാന്തരമുള്ള നേത്രദാനമാണ്. സമൂഹത്തിൽ നേത്രദാനം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സുണ്ട്. അവർ മുഖേന നേത്ര ബാങ്കിൽ വിവരം അറിയിക്കുകയും അത് മുഖാന്തരം നേത്രദാനം നടക്കുകയും ചെയ്യുന്നു. 3ാമതായി നടക്കുന്നത് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ഐ ഡൊണേഷനാണ്.
ആശുപത്രികളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ഡൊണേഷൻ കൗൺസിലേഴ്സ് മുഖാന്തരം അവിടെ നടക്കുന്ന മരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഐ ബാങ്കിൽ അറിയിക്കുകയും അത് മുഖാന്തരം ഐ ഡൊണേഷൻ സാധ്യമാവുകയും ചെയ്യുന്നു. ഈ 3 തരത്തിലാണ് നേത്രദാനങ്ങൾ സാധാരണമായി സമൂഹത്തിൽ നടക്കുന്നത്. ഡോക്ടർ ഹിൽഡ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ 3 രീതിയിലാണ് കണ്ണുകൾ നമ്മൾ നേത്ര ബാങ്കിലേക്ക് എത്തുന്നത് എന്നുള്ളത്. നേത്ര ബാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഇവാലുവേഷൻസ് അല്ലെങ്കിൽ പരിശോധനകളാണ് നടക്കുന്നത്? സാധാരണ രീതിയിൽ കണ്ണുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ബ്ലഡ് കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളാണ് ആദ്യമുള്ള ചെയ്യേണ്ടത്. ബ്ലഡ് ടെസ്റ്റുകളായ HIV, HCV, അതേപോലെ VDRL, ഈ ടെസ്റ്റുകൾ ആദ്യം നടത്തും. അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഇവാലുവേഷനാണ്. ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് കോർണിയയുടെ ക്വാളിറ്റി ഇവാലുവേഷനാണ് മെയിനായിട്ട്. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് സ്പെക്കുലർ മൈക്രോസ്കോപ്പി. സ്പെക്കുലർ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് കോർണിയയുടെ, അതായത് കൃഷ്ണമണിയുടെ ബാക്ക് സൈഡിൽ സെൽ കൗണ്ട് അറിയാനാണ്. നല്ല കൗണ്ടുള്ള കണ്ണുകളാണെങ്കിലാണ് വേറൊരു വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല തെളിച്ചമായി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ ഡെൻസിറ്റി കൗണ്ടാണ് സ്പെക്കുലർ മൈക്രോസ്കോപ്പി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ. അതായത് കോർണിയയുടെ ഓരോ ലെയറിൽ ചേഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ നീരുണ്ടോ, പഴുപ്പുണ്ടോ, അല്ലെങ്കിൽ അതിൽ വല്ല പാടുകളുണ്ടോ, തഴമ്പുകളുണ്ടോ, ഇന്ന് മാറ്റി വയ്ക്കുന്ന കൃഷ്ണമണി വേറൊരു ആൾക്ക് യൂസ്ഫുൾ ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഈ ക്വാളിറ്റി ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് ഈ കൃഷ്ണമണി വേറൊരാൾക്ക് ദാനമായി സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് ഡിസിഷൻ ചെയ്യണം. ഡോക്ടർ ഡേവിഡ്, ട്രാൻസ്പ്ലാന്റേഷന് യോഗ്യമായ കണ്ണുകൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്? നേത്രദാനത്തിന് ശേഷം ഐ ബാങ്കിൽ എത്തുന്ന കണ്ണുകൾ നമ്മൾ ക്വാളിറ്റി അനുസരിച്ച് ഏതൊക്കെ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കാം എന്ന ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ തരം തിരിച്ചു വയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ഐ ബാങ്കിലേക്ക് എത്തുന്ന റിക്വസ്റ്റുകളാണ് നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ആശുപത്രികളോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർമാരോ ഐ ബാങ്കിലേക്ക് അപേക്ഷകൾ അയക്കുന്നു. ഈ വരുന്ന അപേക്ഷകൾ നമ്മുടെ ഐ ബാങ്കിൽ തരംതിരിക്കുന്നു. എമർജൻസി, അർജൻറ്റ്, റുട്ടീൻ എന്ന് 3 തരംതിരിക്കുന്നു. എമർജൻസി എന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യേണ്ട കേസുകളാണ്. ഉദാഹരണത്തിനായി നേത്രപടലത്തിൽ സംഭവിക്കുന്ന പെർഫറേഷൻസ്, കോർണിയൽ പെർഫറേഷൻസ്, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഐ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തില്ലെങ്കിൽ ആ കണ്ണ് തന്നെ എടുത്തു കളയേണ്ടി വരുമായിരിക്കാം. അത് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യേണ്ടതാണ്. ഈ ഒരു കേസുകളാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് എമർജൻസി എന്ന് ക്ലാസിഫൈ ചെയ്ത് ഏറ്റവും ആദ്യം അവർക്ക് നമ്മൾ നേത്രപടലങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. രണ്ടാമതായി അർജൻറ്റ്, എമർജൻസി അല്ല, എന്നാൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ആവശ്യങ്ങളാണ് അർജൻറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. കൊച്ചുകുട്ടികളെ ബാധിക്കുന്ന നേത്രപടല രോഗങ്ങളും കണ്ണുകൾക്ക് വരുന്ന പഴുപ്പുകളും വേദനയുള്ള പേഷ്യൻസ്, ഇതെല്ലാം അർജൻറ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നു. അതിനുശേഷം 3ാമതായി വരുന്നത് റുട്ടീൻ എന്ന കാറ്റഗറിയാണ്. അതായത് സാധാരണയുള്ള നേത്രപടലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നേത്രപടലത്തിൻ്റെ സുതാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നേത്രപടലത്തിൻ്റെ ഷേപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം റുട്ടീൻ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ എമർജൻസി, രണ്ടാമത് അർജൻറ്റ്, തേർഡ് റുട്ടീൻ. ഈ ഒരു കാറ്റഗറി പ്രകാരം കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തും. ഡോക്ടർ എലിസബത്ത്, എനിക്ക് നേത്രദാനത്തിൻ്റെ ഒരു വോളണ്ടിയർ ആകാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ അതിലേക്കായി ചെയ്യേണ്ടത്? വോളണ്ടിയർ ആവാനായിട്ട് സ്വന്തമേ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വോളണ്ടിയർ ആവാം. അത് ഐ ബാങ്ക് അസോസിയേഷൻ ഐ ബാങ്കിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾക്ക് വളരെയേറെ വോളണ്ടിയേഴ്സ് വരണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ആർക്ക് വേണമെങ്കിലും വോളണ്ടിയർ ആവാം. നിങ്ങൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു തരും. ആരുടെയൊക്കെ കണ്ണടക്കേണ്ട പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, പിന്നെ പൊതുജനങ്ങളുടെ സംശയത്തിന് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരും. ആരെ വേണമെങ്കിലും വോളണ്ടിയർ ആക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഓൾ ആർ വെൽക്കം. ഡോക്ടർ ഹിൽഡ, COVID-19 ബന്ധപ്പെട്ട് കണ്ണെടുക്കുന്നതിൽ സമയവ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? സാധാരണ രീതിയിൽ ഒരു വ്യക്തിയുടെ മരണശേഷം 6 മണിക്കൂറിനുള്ളിലാണ് ഈ കണ്ണുകൾ എടുക്കേണ്ടത്. COVID-19 ആയിട്ട് ആ സമയത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ ചില കേസസ് ഉണ്ട്, ബ്രോഡ് ഡെഡ് ആയ കേസസ്. ഇത് ഹോസ്പിറ്റലിലേക്ക് ഡെത്ത് ആയിട്ട് വരുന്ന പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡെത്ത് സ്ഥിരീകരിക്കുന്ന കേസുകൾ, മരണം സ്ഥിരീകരിക്കുന്ന കേസുകൾ. അങ്ങനത്തെ കേസിൽ കോവിഡ് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ പ്രകാരം ബ്രോഡ് ഡെഡ് ആയ എല്ലാ കേസിനും കോവിഡിൻ്റെ RT-PCR റിസൾട്ട് മസ്റ്റാണ്. അതുകൊണ്ട് മരിച്ച വ്യക്തിയുടെ സ്വാബ് എടുത്തിട്ട് പിന്നെ കോവിഡ് ടെസ്റ്റിനായിട്ട് അയക്കും. പക്ഷേ ഈ റിസൾട്ട് വരാൻ താമസമുണ്ട്. അതിൻ്റെ ഒപ്പം ഈ 6 മണിക്കൂറിനുള്ളിൽ കണ്ണുകൾ എടുക്കും വേണം.
അപ്പോൾ ആ പ്രശ്നം കാരണം ഐ ബാങ്ക് ടീം വന്ന് ഫുൾ സേഫ്റ്റി പ്രിക്കോഷനോടെ കണ്ണുദാനമായ സ്വീകരിക്കുന്ന പ്രൊസീജിയേഴ്സായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിൻ്റെ റിസൾട്ട് കിട്ടാനുള്ള താമസം കാരണം ഐ ഡൊണേഷൻ്റെ പ്രൊസീജിയേഴ്സ് മുമ്പോട്ട് പോകും. അപ്പോൾ ഐ ബാങ്ക് ടീം വന്ന് ഫുൾ സേഫ്റ്റി പ്രിക്കോഷനോടെയാണ് ഐ ഡൊണേഷൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ടിഷ്യൂ എടുത്തിട്ട് ക്വാറന്റൈൻ ചെയ്ത് ഐ ബാങ്കിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കോവിഡ് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇൻ കേസ് ആ കോവിഡ് നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് ടിഷ്യൂ ഇവാലുവേഷനും അതേപോലെ വേറൊരു വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് മുമ്പോട്ട് പോകുള്ളൂ. പക്ഷേ കോവിഡ് റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ ഹോസ്പിറ്റൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ആ ടിഷ്യൂ ഡിസ്കാർഡ് ചെയ്യുന്നതാണ്. ഡോക്ടർ, അപ്പോൾ COVID-19 സമയത്ത് മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? ഈ COVID-19 മഹാമാരി വന്നപ്പോൾ തൊട്ട് ഐ ബാങ്ക് ഐ ഡൊണേഷനിലായാലും ചില പ്രോട്ടോകോളിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് റിസൾട്ടിൽ നെഗറ്റീവായി പ്രൂവ് ചെയ്ത കേസ് മാത്രമേ കണ്ണുദാനം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് മസ്റ്റാണ്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ കേരളയിൽ COVID-19 കൂടുതലാണല്ലോ, അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണും കൂടുതലാണ്. അപ്പോൾ വോളണ്ടറി ആയ ഡൊണേഷൻ, അതായത് വീട്ടിൽ മരണം സംഭവിച്ച കേസസ് എടുക്കുന്നില്ല, തൽക്കാലം ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ എടുക്കുന്നത് HCRP സെൻറ്റർ, അതായത് ഹോസ്പിറ്റൽ ഡെത്ത് ബേസ് ആയ കേസസ് ആണ് കോമൺ ആയിട്ട് എടുക്കുന്നത്. ഐ ബാങ്ക് ടീം ഈ കണ്ണുദാനം ചെയ്യുന്ന റിക്കവറി പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഫുള്ളായ സേഫ്റ്റി പ്രിക്കോഷനോടെയാണ് ചെയ്യുന്നത്. PP കിറ്റ്, ഗ്ലൗവ്, മാസ്ക് അതെല്ലാം ചെയ്തിട്ടാണ് പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടത്. വേറെ നോക്കണമെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഐ ബാങ്കിൻ്റെ ലാബിൻ്റെ ഉള്ളിൽ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് 3 times ഓൺ ഡെയിലി ബേസിസിന് ചെയ്യുന്നുണ്ട്. എല്ലാ ടിഷ്യൂവും എടുത്തു കഴിഞ്ഞിട്ട് 48 hours ഒരു ക്വാറന്റൈൻ പീരീഡ് ഉണ്ട്. അത് പുതിയതായിട്ട് വന്ന പ്രോട്ടോക്കോളാണ്. 48 hours കഴിഞ്ഞിട്ടാണ് അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മുമ്പോട്ട് പോകുള്ളൂ. ഈ ഐ ഡൊണേഷൻ്റെ എല്ലാ പ്രോട്ടോക്കോളും ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ EBI ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ന് നേത്ര ബാങ്കിനെ കുറിച്ചും നേത്രദാനത്തെക്കുറിച്ചും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സാണ്. ഒത്തിരി നന്ദി. ഈ ദേശീയ നേത്രദാന പക്ഷാചരണത്തിൽ നമുക്കും പ്രതിജ്ഞയെടുക്കാം. നേത്രം ദാനം ചെയ്യാൻ, ചെയ്യിപ്പിക്കാൻ. നമ്മുടെ കണ്ണുകൾ മണ്ണിനുള്ളതല്ല, മനുഷ്യനുള്ളതാണ്. നന്ദി.